സുഹൃത്തുക്കളെ, ആദിയും അസിയും ഇപ്പോഴും ചോങ്ചിങ് സിറ്റിയിൽ തന്നെയാണ്. മലമുകളിലെ കെട്ടിടത്തിലേക്കുള്ള പൂർണ്ണമായും മരം കൊണ്ടുണ്ടാക്കിയ പടിയിലിരുന്ന് അവർ നഗരത്തിന്റെ ഭംഗി ആസ്വദിക്കുകയാണ്. സ്വതവേ തണുത്ത അന്തരീക്ഷമാണ്. തണുപ്പ് കാരണമാകാം ആദിയുടെ ശബ്ദത്തിന് ഒന്നുകൂടി കനം വെച്ചിട്ടുണ്ട്. അസി ചോദിച്ചു, ഏട്ടൻ അത് ഇതുവരെ പറഞ്ഞില്ല. ഏത്? അതെയോ, അങ്ങനെയാണോ? അത് തന്നെ. ഓ, അത് ഒരു ഗ്രാമത്തിലുണ്ടായി എന്ന് പറയപ്പെടുന്ന കഥയാണ്. ധനികനും പൊതുസമ്മതനുമായ ഒരു ഗ്രാമത്തലവന്റെ മകൾ വിവാഹം കഴിയാതെ ഗർഭിണിയായി. വിവരം വീട്ടിലറിയുമെന്നായപ്പോൾ അവൾ ഗ്രാമത്തിലെ സൽസ്വഭാവിയും എല്ലാവരാലും ആദരിക്കപ്പെടുന്നവനും സർവോപരി സുമുഖനും ചെറുപ്പക്കാരനുമായ ഒരു യുവസന്യാസിയുടെ പേരാണ് ഇതിനോട് ചേർത്ത് പറഞ്ഞത്. ഗ്രാമത്തലവൻ കോപാകുലനായി. അയാൾ നാട്ടുകാരും ഒത്തുചേർന്ന് സന്യാസിയുടെ ആശ്രമം ഒരു മുന്നറിയിപ്പുമില്ലാതെ തല്ലിപ്പൊളിച്ചു. എന്നിട്ട് സന്യാസിയോടായി ഇങ്ങനെ പറഞ്ഞു, എന്റെ മകൾ ഗർഭിണിയാണ്, അതിന് ഉത്തരവാദി നിങ്ങളാണ്. അതെയോ, അങ്ങനെയാണോ? സന്യാസിയുടെ ഈ മറുപടി കേട്ടതും നാട്ടുകാരെല്ലാവരും കൂടി സന്യാസിയെ അതിക്രൂരമായി ആക്രമിച്ചതും ഒരുമിച്ചായിരുന്നു. വേണ്ടി വന്നാൽ ഇനിയും വരുമെന്ന് ആക്രോശിച്ചുകൊണ്ട് എല്ലാവരും മടങ്ങിപ്പോയി. ആശ്രമവും ആരോഗ്യവും നഷ്ടപ്പെട്ട സന്യാസി അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിലായിരുന്നു പിന്നീടുള്ള താമസം. മാസങ്ങൾ കടന്നു പോകവേ ഗർഭിണിയായ പെൺകുട്ടി മറ്റൊരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു. അതോടെ ഗ്രാമത്തലവനും നാട്ടുകാരും ആ കുട്ടിയെയും കൊണ്ട് സന്യാസിയുടെ അടുത്തെത്തി. സന്യാസിയോടായി അവർ ഇങ്ങനെ പറഞ്ഞു, ഇത് നിങ്ങളുടെ കുട്ടിയാണ്, അതിനെ നിങ്ങൾ തന്നെ വളർത്തിക്കൊള്ളണം. അതെയോ, അങ്ങനെയാണോ എന്നും പറഞ്ഞ് സന്യാസി തന്റെ ഇരുകൈ നീട്ടി സന്തോഷപൂർവ്വം കുട്ടിയെ വാങ്ങി. ഗ്രാമത്തലവനെയും നാട്ടുകാരെയും തിരിച്ചയച്ചു. സന്യാസി അടുത്ത ഗ്രാമത്തിൽ നിന്നും കറവുള്ള ഒരാടിനെ വാങ്ങി. ആ പാൽ കറന്നെടുത്ത് കുട്ടിക്ക് കൊടുത്തു. സന്യാസിയുടെ കുട്ടിയോടുള്ള സ്നേഹവും പരിപാലനവും നാട്ടിലാകെ പാട്ടായി.